ഇറാൻ ആണവായുധം വികസിപ്പിച്ചാൽ ട്രംപ് ഇറാനിൽ ബോംബിടുമെന്നാണ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ഭീഷണി ഒന്നുമല്ല, അവർ ബോംബിടും. കാരണം ഇത് ട്രംപോ അല്ലെങ്കിൽ ബൈഡനോ എന്നുള്ളതൊന്നല്ല. വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് അവരുടെ ഒരു സ്പിയർ ഓഫ് ഇൻഫ്ലുവൻസിന് പുറത്തുള്ള ഒരു രാജ്യം, അവരുടെ ക്ലോസ് അലൈസ് ഉൾപ്പെടെ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്ന താല്പര്യമില്ല. കാരണം ആണവായുധങ്ങൾക്ക് മുമ്പും പിമ്പും, ഇന്നിപ്പോൾ മലയാള സിനിമയെ നമുക്ക് എമ്പുരാനും മുമ്പ് പിമ്പും ഒന്ന് തിരിക്കാവുന്ന പോലെ ലോകത്തെ നമുക്ക് രണ്ടായി തിരിക്കാം. ആണവായുധങ്ങൾക്ക് മുമ്പും പിമ്പും. ആണവായുധങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടത്തിൽ ലോകരാജ്യങ്ങൾ ഒരു കാര്യമില്ലാണ്ട് വെറുതെ മാന്തി തോണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യുദ്ധം ചെയ്യുകയും അങ്ങനെയാണ് ഒന്നാം ലോക മഹായുദ്ധം രണ്ടാം ലോക മഹായുദ്ധമൊക്കെ ഉണ്ടായത്. പക്ഷേ ആണവായുധങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷം ലോകത്ത് വലിയ യുദ്ധങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ചെറിയ യുദ്ധങ്ങൾ, വലുതായി മാറുമായിരുന്ന യുദ്ധങ്ങൾ പോലും ചെറുതായി പോയി. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ വാജ്പേയിയുടെ കാലഘട്ടത്തിൽ സമഗ്രമായ ആണവ പരീക്ഷണം നടത്തി ഇന്ത്യ ഒരു ഡിക്ലെയർ ന്യൂക്ലിയർ പവറായി മാറിയതിന് ശേഷം, ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ പരീക്ഷണം നടത്തിയത് സക്സസ്ഫുള്ളായിരുന്നു. പക്ഷേ നമ്മൾ അമേരിക്കയൊക്കെ അധികം പടക്കണ്ടെന്ന് വിചാരിച്ചത് ഒതുങ്ങി നിന്നിരുന്നു. വാജ്പേയിയുടെ സമയത്ത് ഡിക്ലെയർഡായി പരസ്യമായി തന്നെ ചെയ്തു. അപ്പോൾ അതോടുകൂടി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള എസ്കലേഷൻസ് വളരെ കുറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പത്തെ യുദ്ധങ്ങൾ നടന്നു, അതിനുശേഷം എത്ര യുദ്ധങ്ങൾ നടന്നു. അതിനുശേഷം നടന്ന യുദ്ധം കാർഗിൽ യുദ്ധം മാത്രമാണ്. അത് വളരെ ലിമിറ്റഡ് യുദ്ധമായിരുന്നു. വളരെ കുറച്ച് ദിവസങ്ങൾ നിന്ന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് മാത്രം നിലനിന്നിരുന്ന യുദ്ധമായിരുന്നു. മുമ്പുള്ള യുദ്ധങ്ങൾ അങ്ങനെയല്ല, ഡിവാസ്റ്റേറ്റിംഗ് ഇമ്പാക്റ്റാണ്. അപ്പം 65 യുദ്ധമൊക്കെ എന്ന് വെച്ചാൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ ടാങ്ക് യുദ്ധമായിരുന്നു. അപ്പം അതിന് കാരണം ആണവായുധങ്ങളാണ്. കാരണം ആണവായുധങ്ങൾ വരുന്നതോടുകൂടി ഒരു ഭയങ്കരമായൊരു വല്ലാത്തൊരു ഭീതി, അസ്ഥികളെ മരവിപ്പിക്കുന്ന ഒരു ഭീതി വരും. എല്ലാവരും വളരെ റെസ്പോൺസിബിളാവും. ഇറസ്പോൺസിബിളായി അറ്റോമിക് ആയുധം കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറസ്പോൺസിബിൾ ആകാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇത് വൺസ് നിങ്ങൾ തുറന്നു വിട്ട് കഴിഞ്ഞാൽ സർവനാശമാണ്. ഭൂമി തന്നെ ഇല്ലാതാവും. എന്തെങ്കിലും ഈ ഭൂമി വാസയോഗ്യമല്ലാത്തൊരു പ്രദേശമായി ഈ മറ്റേ അവതാർ സിനിമയിൽ കാണുന്ന പോലെ മാറുകയാണെങ്കിൽ അതിന് കാരണം അറ്റോമിക് എനർജി ആയിരിക്കും. കാരണം ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇത് വൺസ് ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഭയങ്കരമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അറ്റോമിക് ആയുധങ്ങൾ ആരുടെ കയ്യിലുണ്ടോ അവരെ തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ഉദാഹരണം പാകിസ്ഥാൻ, സാമ്പത്തികമായി പാകിസ്ഥാൻ ഒന്നുമല്ല. അതുപോലെ തന്നെ ജിയോഗ്രാഫിക്കലി പാകിസ്ഥാൻ ഒരുപാട് ഭീഷണികൾ നേരിടുന്ന ഒരു രാജ്യമാണ്. പക്ഷേ പാകിസ്ഥാൻ തള്ളിക്കളയാൻ ലോകരാജ്യങ്ങൾക്ക് പറ്റില്ല. എന്തുകൊണ്ടാണ്? അദ്ദേഹം ന്യൂക്ലിയർ പവർ. അപ്പം ഇസ്രായേലിനെല്ലാം തന്നെ ഈ അറബ് രാജ്യങ്ങളോട് കളിക്കുന്നതിൽ ചെറിയൊരു പേടിയുള്ള സംഭവം പാകിസ്ഥാനാണ്. കാരണം വൺസ് ഈ മുസ്ലിം രാജ്യങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞാൽ മറ്റാരെയും പേടിക്കേണ്ട ആവശ്യമില്ല. മറ്റേവരെ തകർക്കാനുള്ള സാധനമൊക്കെ അവരുടെ കയ്യിലുണ്ട്. പക്ഷേ ആണവായുധങ്ങളെ തകർക്കാനുള്ള സാധനങ്ങൾ ഇതുവരെ ലോകത്തിന് ഉണ്ടാക്കാൻ പറ്റും. അകപ്പാടുള്ളത് ഈ പറയുന്ന ആൻറ്റി ന്യൂക്ലിയർ മിസൈൽസ്, എന്താ പറയുക, മിസൈൽ ജാമിങ് സിസ്റ്റമൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു 100-200 പോർമുനകളിൽ ഒരു 180 എണ്ണം ബോഗി എന്ന് പറഞ്ഞാൽ വ്യാജ പോർമുനകളും ബാക്കി ഒരു 20 എണ്ണം ഓർജിനൽ പോർമുന വെച്ചാൽ 2 എണ്ണമെങ്കിലും ഇവിടെ മതിക്കും. 2 എണ്ണം മതിച്ചാൽ മതി ഒരു രാജ്യം. ഇപ്പോൾ ഫ്രാൻസ് പോലുള്ള രാജ്യം ഇല്ലാതാവാൻ 2 എണ്ണം മതിച്ചാൽ മതി. ചൈന പോലുള്ള രാജ്യം ഇല്ലാതാവണമെങ്കിൽ ഒരു 20 എണ്ണം മതിച്ചാൽ മതി. അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പം ഇറാൻ്റെ കയ്യിൽ ഈ ആണവായുധം കിട്ടുന്നത് ഇവർക്ക് ഭയങ്കര പേടിയാണ്. കാരണം 2 പ്രശ്നമാണ്. ഒന്ന്, ആണവായുധങ്ങൾ ആർക്കും കിട്ടുന്നത്, ഇന്ത്യക്ക് കിട്ടുന്നോ പാകിസ്ഥാന് കിട്ടുന്നോ നോർത്ത് കൊറിയക്ക് കിട്ടുന്നോ ചൈനയ്ക്ക് കിട്ടുന്നോ ഒന്നും അവർക്ക് ഇഷ്ടമില്ല. പക്ഷെ നമ്മളൊക്കെ അത് നേടിയെടുത്തു. അപ്പം ഇവർക്ക് തോന്നിയ പോലെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം പാകിസ്ഥാൻ്റെ കാര്യത്തിൽ അതാണ്. പാകിസ്ഥാൻ്റെ കാര്യത്തിൽ തൊടാൻ എല്ലാവരും പേടിക്കുന്ന അവരുടെ കയ്യിൽ ഈ സാധനം ഉണ്ട് എന്നുള്ളതാണ്. നോർത്ത് കൊറിയയിൽ വേറെ സാധനമൊന്നുമില്ല. പക്ഷേ ഇവരുടെ കയ്യിൽ ആണവായുധമുണ്ട്. ഈ ആണവായുധം കൃത്യമായിട്ട് അമേരിക്കയുടെ പല സ്ഥലത്ത് എത്തിക്കാനുള്ള മിസൈൽ അവരുടെ കയ്യിൽ, അതേ അവരുടെ കയ്യിലുള്ളൂ. അത് മതി. അവരെ കാറൊക്കെയെന്ന് വെച്ചാൽ നമ്മളെ റോഡിലിപ്പം കാണാത്ത മോഡൽസാണ് അവർ ഉപയോഗിക്കുന്ന വണ്ടികളൊക്കെ. ദാരിദ്ര്യമാണ്. പക്ഷേ ഈ സാധനം കയ്യിലുണ്ട്. ഇത് അപകടം പിടിച്ച സാധനമാണ്. അല്ലെങ്കിൽ നാഗമാണിക്യം കയ്യിലുണ്ടെങ്കിൽ എന്താണ് ഈ പറഞ്ഞ വലിയ അഭിവൃദ്ധി വരും എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ അഭിവൃദ്ധിയല്ല, ഇതൊരു പേടി ഉണ്ടാക്കാൻ പറ്റും. ആളുകൾ തൊടില്ല എന്നുള്ളതാണ്. അപ്പം ഇറാൻ എങ്ങനെ സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന മുസ്ലിം രാജ്യങ്ങൾ കൂടുതൽ ശക്തിപ്പെടും. ഇറാൻ എന്ന് വെച്ചാൽ പാകിസ്ഥാൻ പോലെയല്ല, അമേരിക്കയുടെ കയ്യിൽ നിൽക്കാത്ത രാജ്യം. ഇവിടുത്തെ പയ്യന്മാരുടെ ഭാഷ പറഞ്ഞാൽ ഇല്ലുമിനാറ്റിയുടെ കയ്യിൽ നിൽക്കാത്ത രാജ്യമാണ്. ഇവിടുത്തെ പയ്യന്മാർ എങ്ങനെയാണോ ഇല്ലുമിനാറ്റിയുടെ കയ്യിൽ നിൽക്കാത്ത രാജ്യങ്ങളാണ് നോർത്ത് കൊറിയ, ചൈന, ഇറാൻ ആൻഡ് ക്യൂബ. അങ്ങനെയാണ് ഇവിടെ ഇല്ലുമിനാറ്റി ഫാൻസ് പിള്ളേർ പറയുന്നത്. ഏതായാലും അവരുടെ കയ്യിൽ നിൽക്കാത്തൊരു രാജ്യമാണ്. അപ്പോൾ ഇവരിത് എങ്ങനെ യൂസ് ചെയ്യും എന്നൊക്കെ വലിയ പേടിയുണ്ട്. ഇപ്പോൾ പാകിസ്ഥാൻ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടാക്കുന്നത് വേണം അമേരിക്കക്ക് തടയാമായിരുന്നു. പക്ഷേ അമേരിക്ക അത് ആ രീതിയിൽ തടയാൻ ശ്രമിച്ചിട്ടില്ല. തടയാതിരിക്കാൻ ശ്രമിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇന്ത്യ നാളെ ചിലപ്പോൾ ശത്രുവാണ്. ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ അവിടെ നിലനിർത്തേണ്ട അവരുടെ ആവശ്യമാണ്. പിന്നെ പാകിസ്ഥാൻ എന്നുള്ള രാജ്യം അവിടെ നിയന്ത്രിക്കുന്ന മിലിറ്ററിയാണ്. മിലിറ്ററിയെ നിയന്ത്രിക്കുന്ന അമേരിക്കൻ പട്ടാളമാണ്. അമേരിക്കൻ ഭരണകൂടമാണ്. അമേരിക്കൻ ഭരണകൂടത്തെ
നിയന്ത്രിക്കുന്നത് അവിടുത്തെ ഡീപ് സ്റ്റേറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ അവർ കൺട്രോളബിൾ ആണ് എന്നാണ് അവരുടെ ഫീൽ. ബട്ട് അതുപോലല്ല ഇറാൻ. അപ്പോൾ ഇറാൻ്റെ കയ്യിൽ ഇത് കിട്ടാതെ നോക്കുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ്. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും. അതുകൊണ്ടാണ് എനിക്ക് ഇറാനെ ന്യൂക്ലിയർ ശേഷി ഇല്ലാതാക്കാൻ വേണ്ടി ഇറാനെ ആക്രമിക്കാനൊക്കെ ഈ ഇസ്രായേലിന് സപ്പോർട്ട് അവർ നൽകുന്നത്. അപ്പം ഓൾറെഡി ചില ഫെസിലിറ്റീസൊക്കെ അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചില അവരുടെ ടോപ്പ് സയൻറ്റിസ്റ്റുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ആ മിഷനുമായിട്ട് അവർ മുന്നോട്ട് പോകുക. നമ്മൾ അറിഞ്ഞിടത്തോളം ഇറാൻ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്നതിന് തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പാനിക് വേവ് ലോകത്ത് മൊത്തം. ഇപ്പോൾ ഒരു ബോംബ് ഉണ്ടാക്കിയാൽ പിന്നെ 10-20 ബോംബ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ അതിനുള്ള മിസൈൽസ് അവരുടെ കയ്യിലുണ്ട്. ഇറാൻ അങ്ങനെ മോശം രാജ്യമല്ലല്ലോ ബുദ്ധിയുടെ കാര്യത്തിൽ. ഇപ്പം റഷ്യ, ചൈന, ഇന്ത്യയൊക്കെ പോലെ തന്നെ വളരെ പണ്ടേ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ വലിയൊരു സിവിലൈസേഷൻ്റെ ഭാഗമാണ്. അറബികളും അല്ല അവർ ശരിക്കും അവരിപ്പോൾ മുസ്ലിമായി മാറിയെന്നേ ഉള്ളൂ. അവർ ബേസിക്കലി സ്വരാഷ്ട്രീയൻസാണ്. ടാറ്റയുടെയൊക്കെ ബുദ്ധിയാണ്. ടാറ്റയുടെ ബുദ്ധി നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് പിന്നെ ഇസ്ലാമിൻ്റെ ഈ പറയുന്ന മിലിറ്റൻസി കൂടിക്കഴിഞ്ഞാൽ ടാറ്റയുടെ ബുദ്ധി കൂടിക്കഴിഞ്ഞാൽ വേറെ തരത്തിലേക്കാണ് എല്ലാ ശേഷിയുള്ള ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം. ലോകത്തെ സിവിലൈസേഷൻ്റെ ഒരു തുടക്കം എന്നൊക്കെ പറയുന്ന ഏരിയയിലും കൂടിയാണ്. അപ്പം ഇറാൻ അവർക്കൊരു ത്രെട്ടാണ്. പിന്നെ ഇറാൻ നമുക്ക് ത്രെട്ടാണെന്ന് വെച്ചാൽ നമ്മളുമായിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള രാജ്യമായിരുന്നു ഓൾവേസ് ഇറാൻ. പക്ഷേ അവിടെ ഒരു ഇസ്ലാമിസ്റ്റ് എലമെൻ്റ് ഉണ്ട്. ആ ഇസ്ലാമിസ്റ്റ് എലമെൻറ്റ് ചില ഘട്ടങ്ങളെങ്കിലും ആൻറ്റി ഇന്ത്യനാണ്. അപ്പോൾ നമ്മുടെ കാശ്മീർ തീവ്രവാദികൾക്കൊക്കെ അവർ അവിടെ പരിശീലനം കൊടുത്തിരുന്നത് ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഞാൻ പത്രത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം ഇറാന് ന്യൂക്ലിയർ പവർ ആയിക്കഴിഞ്ഞാൽ ഒരു വാർ ഓഫ് സിവിലൈസേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവരാരുടെ ഭാഗത്ത് നിൽക്കും എന്നുള്ള പ്രശ്നമാണ്. തൽക്കാലം നമുക്ക് അവരെ ഹെഡേക്ക് അല്ല, പാകിസ്ഥാനാണ് ഹെഡേക്ക്. പാകിസ്ഥാനും അവർ തമ്മിൽ നല്ല ബന്ധമല്ല. പക്ഷേ ലോകക്രമമൊക്കെ മാറുന്ന സാഹചര്യത്തിൽ എന്താവുമെന്ന് നമുക്കറിയില്ല. ഇതുവരെ ലോകത്ത് വന്നിട്ടുള്ള എല്ലാ ന്യൂക്ലിയർ പവേഴ്സും റെസ്പോൺസിബിളാണ്. ഇപ്പോൾ പാകിസ്ഥാൻ ആണെങ്കിലും ഇന്ത്യ ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും നോർത്ത് കൊറിയ ഇവരാരും ഈ സാധനത്തിനെ പ്രയോഗിച്ചിട്ടില്ല. അമേരിക്കയാണ് ഒരിക്കലും പ്രയോഗിച്ചു, പിന്നെ അവരും പ്രയോഗിച്ചിട്ട് അവർക്ക് പ്രയോഗിക്കാനുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയർ പവർ വരികയാണെങ്കിൽ ഇവരെന്തായിരിക്കും നമുക്ക് പറയാൻ. ഗൊമേനി എന്ന് പറഞ്ഞ ഭ്രാന്തനാണ് അവരുടെ ആത്മീയ നേതാവ്. ഈ ഭ്രാന്തൻ എന്ത് തീരുമാനിക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പം ഇറസ്പോൺസിബിളായ ഒരു ന്യൂക്ലിയർ പവർ വന്നാൽ ബാക്കിയുള്ളവർ ഇറസ്പോൺസിബിളായി മാറും. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പം നാട്ടുകാരിങ്ങനെ ഇപ്പം എന്തെങ്കിലും ഒരു സംഭവം നടന്നു ഇന്ത്യയിൽ. ഇവരൊക്കെ ഇന്ത്യയിൽ നിന്ന് ചില മിസൈലുകൾ അബദ്ധവശാൽ പാകിസ്ഥാനിൽ പോയിട്ട് വീണിരുന്നു, കേട്ടിട്ടുണ്ടോ? ഇത് പണ്ടാണെങ്കിൽ യുദ്ധം അത് ധാരാളമാണ്. എന്തുകൊണ്ട് അപ്പം ഉണ്ടാവാത്തത്? രണ്ടു കൂട്ടർക്കും പേടിയുണ്ട്. അതുവെച്ചാൽ ഇന്ത്യ പവർഫുള്ളാണ്, ഓൾറെഡി പവർഫുള്ളാണ്. പിന്നെ ഇന്ത്യക്ക് ന്യൂക്ലിയർ പവർ ഉണ്ട്, അവരുടെ കയ്യിലുണ്ട്. അങ്ങനെ സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവസാനം നാട്ടുകാരുടെ പ്രഷർ വരും. എന്തുകൊണ്ട് ഉപയോഗിക്കുന്നത്? നാട്ടുകാരുടെ മണ്ടന്മാർക്ക് അറിയില്ല ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഏരിയയിലൊന്നും നിൽക്കില്ല, അവരെയും കൂടി കൊണ്ടേ പോകുള്ളൂ. അപ്പോൾ പാകിസ്ഥാൻ ഒന്ന് വിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഈ സാധനം വിടണമെന്ന് പറയുന്ന കൊച്ചിയിൽ വീണാൽ നമ്മളെ എഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ അവിടെ പെഷവാറിൽ ഇരുന്നുകൊണ്ട് ഈ സാധനം വിടണമെന്ന് പറയുന്നതിന് കറാച്ചിയിൽ ഇത് വന്ന് വീണാൽ അവരെ എഫക്റ്റ് ചെയ്യും. ഈ മണ്ടന്മാർക്ക് അറിയാം. നാട്ടുകാർ മണ്ടന്മാർക്ക് വിവരക്കേടാണല്ലോ ഈ മണ്ടന്മാർ ഉണ്ടാക്കുന്നത് മൊത്തം. ഈ ഇത്ര വട്ടത്തിനപ്പുറത്ത് ഒരു സാധനം അവർക്ക് അറിയില്ല ഇതിന് ഇമ്പാക്ട്. അപ്പം അതുകൊണ്ട് അമേരിക്ക ഈസ് വെരി വിജിലൻ്റ് അബൌട്ട് ദാറ്റ്. അതയാൾ വെറുതെ പറയുന്നതല്ല. അങ്ങനെ ഒരു ശ്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെ ബോംബ് ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.